ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ചെറിയൊരു വ്ലോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1 kg ടോൾ കേക്ക് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ വന്നിട്ടുള്ളത് 1 kg വാനില ഫ്ലേവറിലാണ്. പിന്നെ ടോൾ കേക്ക് ചെയ്തിട്ടുള്ളത് 5 ഇഞ്ചിലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബേസിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഫസ്റ്റ് ലെയറായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 kg ടോൾ കേക്ക് ചെയ്യുന്നത് 5 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലാണ്. 6 ഇഞ്ചിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് 5 ഇഞ്ചിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു അത്യാവശ്യം ഹൈറ്റും കിട്ടുക, കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് ഫസ്റ്റ് ഒന്ന് ക്രീമ ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനൊന്ന് വെറ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്ത ലെയറും വയ്ക്കുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ കേക്കിനൊന്ന് ക്രം കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിനെ ക്രം കോട്ടിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് സൈഡെല്ലാം ഒന്ന് നീറ്റാക്കി എടുത്തതിന് ശേഷം ഇതിനെ ഫ്രീസറിൽ വെക്കണം, ഒന്ന് കൂളാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കൂളായതിൻ്റെ ശേഷം ഫൈനൽ കോട്ടിങ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതൊരു ഹാഫ് kgയിലുള്ള കേക്ക്, ഹാഫ് kg അല്ല, ഹാഫ് kgനും താഴെയുള്ള ഒരു കേക്കാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മിനി കേക്കാണ് കേട്ടോ. മിനി കേക്ക് ചെയ്യണത് എങ്ങനെയെന്നും എത്ര സൈസ് എന്നുള്ള കാര്യങ്ങളെല്ലാം ആ വീഡിയോയിലുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പോൾ മിനി കേക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കേട്ടോ. അപ്പോൾ ഇതിന് ഫ്ലേവർ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ചാണ്. അപ്പോൾ ഇതിന് ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് വെച്ചിട്ട് ഒന്ന് ക്രീമിൽ അപ്ലൈ ചെയ്തതിൻ്റെ ശേഷമാണ് ഇവിടെ ഫൈനൽ കോട്ടിങ് ചെയ്യണത്. ലെവൽ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം സൈഡിലായിട്ട് സ്ക്രാപ്പർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ടോപ്പ് ഭാഗം അധികം ഫിനിഷ് ആക്കിയിട്ടില്ല, റഫാക്കിയിട്ടാണ്. കാരണം മുകളിലായിട്ട് ഡ്രിപ്പ് വരാനുള്ള കേട്ടോ. ടോപ്പ് ഫുള്ളായിട്ട് എന്താ പറയുക, ഗണേഷ് കൊടുത്തിട്ട് ഡ്രിപ്പാക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷം ആദ്യം ക്രം കോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കിനോട് പുറത്തെടുത്തിട്ടുണ്ട്. ഇതിന് ലാവൻഡർ കളറിലാണ് കേട്ടോ ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കളറിന് വേണ്ടിയിട്ട് ലിലാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് മാജിക് കളേഴ്സിലുള്ള യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനവിടെ സൈഡെല്ലാം ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ടോപ്പിലായിട്ട് ഞാനിവിടെ നൈഫ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പാരറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ, റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടെഡി ബിയറിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ ബോൾസുമാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കളറിൽ ബോൾസാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കുറച്ച് ഗോൾഡൻ ലീവ്സും അതുപോലെ ഫോണ്ടൻറ്റിൽ നെയിമും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ടോപ്പിലായിട്ടൊക്കെ നമ്മൾ ഇതുപോലെ ടെഡി ബിയർ വെക്കുകയാണെങ്കിൽ ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ സൈഡിലുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതാ ആ ഒരു മിനി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിറ്റേ ദിവസം നമുക്ക് കുറച്ച് കേക്കിൻ്റെ വർക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കേക്ക് സ്പഞ്ച് ഉണ്ടാക്കലും ക്രം കോട്ടിങ് എല്ലാം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് രാത്രിയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാം ഫൈനൽ കോട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം രാവിലെയാണ് ചെയ്യണത്. അപ്പോൾ പിറ്റേ ദിവസം ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ക്ലാസ് നടക്കുന്നുണ്ട്. ഇത് ഡെലിവറി ചെയ്യണ അന്നല്ല, അതിൻ്റെ ശേഷം കേട്ടോ. അപ്പോൾ അതിൻ്റെ കേക്ക് ക്രം കോട്ടിങ്ങും ഇതിനിടയ്ക്കായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള വർക്കെല്ലാം രാവിലെയാണ് ചെയ്യണത്. അപ്പോൾ രാവിലെ മുതൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ, മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല മൂടി പിടിച്ച് നിൽക്കണുണ്ട്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ് പെയ്യണത്. അപ്പോൾ ഇതാ ഈ ഒരു കേക്ക് വെഡ്ഡിങ് കേക്കാണ്. ഇത് രാവിലെ 8 മണിക്ക് വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 2 ടയർ കേക്കാണ്. 2 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ടുള്ളത്. 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ആയിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം ഇവിടെ ഒരു 1 kg ഹൽദി കേക്കാണ് ചെയ്യുന്നത്. യെല്ലോ കളറ് റേഡിയൻ യെല്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ 1 kg വാനില കേക്കാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വെഡ്ഡിങ് കേക്ക് ഞാനിവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ കസ്റ്റമർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വരുന്ന സമയത്ത് പിന്നെ എടുത്തു കൊടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലായിട്ടാണ് ഇപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൽദി കേക്ക് സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് അത്രയേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ തന്നെ വെഡ്ഡിങ് കേക്ക് പിറ്റേ ദിവസം കൊടുക്കാനുണ്ട്. പിറ്റേ ദിവസമല്ല, അതിൻ്റെ പിറ്റേ ദിവസം സൺഡേ കൊടുക്കാൻ. അത് ഫ്രൈഡേ ആണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ചെയ്യണത്. അപ്പോൾ കേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഹാർട്ട് എല്ലാം അക്രിലിക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓൺലൈനിലൊക്കെ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം, ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ കേക്ക് വാങ്ങിക്കാൻ വന്നിട്ട് അവർ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഹൽദി കേക്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്ലവർ ജസ്റ്റ് ഒരു ഫ്ലവർ യെല്ലോ ഫ്ലവർ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ലീഫും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പിലായിട്ട് നൈഫ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് ബോൾസ് വൈറ്റ് പേൾസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ, വലുതും ചെറുതുമായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഞാനിവിടെ സെയിം ക്രീം ബാലൻസ് ഉള്ളത് വെച്ചിട്ട് ഒരു 1/2 kg കേക്ക് ചെയ്യുന്നുണ്ട്. ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. മുകൾ ഭാഗത്തായിട്ട് വൈറ്റ് കളറും സൈഡിലായിട്ട് യെല്ലോ ഷെയ്ഡുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു യെല്ലോ കളർ നേരത്തേതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ കളർ മിക്സ് ചെയ്ത ക്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിയുന്നതും പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കുക. ഒരുപാടൊന്നും അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് മാറിപ്പോകും കേട്ടോ. കളർ മിക്സ് ചെയ്യാത്ത ക്രീം ഇരിക്കണ അത്ര കളർ മിക്സ് ചെയ്ത ക്രീം ഇരിക്കില്ല. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വേസ്റ്റായി പോകും. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ആദ്യം ചെയ്ത ക്രീമിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. ആ ഒരു ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനും കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു കേക്കിന് ഫോട്ടോ എടുത്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണ്. പിന്നെ നമുക്ക് വൈകിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കിലോയിലുള്ള ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ട്. ഇത് 1.5 കിലോനെ 2 kg സൈസാക്കി തോന്നുന്ന രീതിയിൽ കുറച്ച് ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യണേ. അപ്പോൾ ഇതിനൊരു ഡോറ തീമിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പിങ്ക് കളറാണ് കൊടുത്തിട്ടുള്ളത്. പിങ്ക് റൂബി പിങ്ക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തെടുക്കും. പിന്നെ ഡെക്കറേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ ഫോട്ടോ പ്രിൻ്റ് ആണ്. അപ്പോൾ ടോപ്പ് ഭാഗം ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് റഫാക്കിയാലും കുഴപ്പമൊന്നുമില്ല. സൈഡ് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ സൈഡിലായിട്ട് കുറച്ച് ഡെക്കറേഷൻ വരാനുണ്ട്. അപ്പോൾ ഇതൊരു ഡോറ തീം തന്നെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെയാണ് വരാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ പീസ് കേക്കിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1.5 കിലോ കേക്ക് വെയിറ്റ് വരുള്ളതിനും എന്നാലും കൂടുതൽ പീസ് കിട്ടും ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് കൂടുതൽ പീസ് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കേക്കും ഡെക്കറേഷൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഡോറ തീമിലുള്ള കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളതാണ്. ഫോട്ടോ പ്രിൻറ്റ് വെച്ചിട്ട് ഓപ്പൺ നോസിൽ വെച്ചിട്ടുള്ള ഒരു ബോർഡർ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ ഭാഗത്തായിട്ട് മിക്സഡ് ആയിട്ടുള്ള സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് 1/2 kg കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. നെയിം ഫോണ്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 ടയർ കേക്കാണിത്. ഇതിൻ്റെ ഫോട്ടോ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളെല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്